ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മനുഷ്യന് ഏറ്റവും ഗുണം നിറഞ്ഞ കാര്യം എന്താണ്? പണം സമ്പാദിക്കലാണോ? ആരോഗ്യം നന്നാവലാണോ? ശാരീരികമായ ശക്തി ഉണ്ടാകലാണോ? കുടുംബപരമായ കുലീനതയാണോ? ഏതാണ് മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇഹപര നന്മകൾ നേടിത്തരുന്ന ധാരാളം മഹത്വങ്ങളുള്ള ഒരു കാര്യമാണ് സൽസ്വഭാവിയായിരിക്കുക എന്നത്. സൽസ്വഭാവത്തിൻ്റെ ഗുണങ്ങൾ ഹദീസുകളിലും ആയത്തുകളിലും ധാരാളം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ സൽസ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ ഗുണം പറയുന്നുണ്ട്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലുള്ള തഖ്വയും സൽസ്വഭാവവും. ജനങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് എന്താണെന്ന് തിരുദൂതർ ചോദിക്കപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പ്രതികരിച്ചു, വായും ഗുഹ്യാവയവവും. വായ നന്നാക്കുകയും ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുകയും ചെയ്താൽ ഒരാൾ അത് സ്വർഗപ്രവേശനത്തിൻ്റെ കാരണമാകും. സൽസ്വഭാവിയാവുക, തഖ്വയുള്ളവരാവുക എന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം സ്വർഗത്തിൽ അത്യുന്നതങ്ങളിലെത്തുക എന്നത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ തൻ്റെ സ്വഭാവം നന്നാക്കുന്നത് അവൻ്റെ സ്വർഗത്തിൽ ഉന്നതിയിൽ ഒരു വീടിന് ഞാൻ ജാമ്യം നിൽക്കുന്നു. ഈമാൻ പൂർണ്ണമാണതിൻ്റെ തെളിവാണ് സൽസ്വഭാവം പാലിച്ചു ജീവിക്കുക എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളിൽ പരിപൂർണ്ണ ഈമാനുള്ളവർ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നിങ്ങളിൽ നല്ലവർ തങ്ങളുടെ ഭാര്യമാരോട് സ്വഭാവം കൊണ്ട് നന്നായവരാണ്. ഭാര്യമാരോട് സ്വഭാവം കൊണ്ട് നന്നായവർ ഈമാനിൽ പൂർണ്ണതയുള്ളവരാണെന്നർത്ഥം. ഉസാമത്ത് ബിനു ശരീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരിലെ സൽസ്വഭാവികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്തുകൂടുന്നവർ ആണ് സൽസ്വഭാവികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ പെരുമാറുവാൻ കൊള്ളുന്ന നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും. അവർ തങ്ങളുടെ സ്വഭാവം കൊണ്ട് ഇണങ്ങുകയും ഇണക്കപ്പെടുന്നവരും ചെയ്യുന്നവരായിരിക്കും. തിരുദൂതരുടെ പ്രീതി നേടുന്ന ആളുകൾ. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നിവേദനം, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അന്ത്യനാളിൽ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവരും നിങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും. നന്മയുടെ തുലാസ് നിറക്കണമെന്നൊരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ സൽസ്വഭാവം പാലിക്കുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൽസ്വഭാവത്തെക്കാൾ അന്ത്യനാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ കനം തൂങ്ങുന്ന യാതൊന്നുമില്ല. നിശ്ചയം അല്ലാഹു നെറികെട്ടവനെയും തമ്മാടിയെയും വെറുക്കുന്നു. പദവികൾ വർദ്ധിച്ചു കിട്ടാൻ ഒരാൾ സൽസ്വഭാവിയായാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി തൻ്റെ സൽസ്വഭാവത്തിലൂടെ രാത്രി നമസ്കരിക്കുന്നവൻ്റെയും പകൽ നോമ്പനുഷ്ഠിക്കുന്നവൻ്റെയും പദവികൾ നേടുന്നതാണ്. മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരമുണ്ട്, തീർച്ചയായും ഒരു സത്യവിശ്വാസി തൻ്റെ സൽസ്വഭാവം കൊണ്ട് നോമ്പുകാരൻ്റെയും നമസ്കാരക്കാരൻ്റെയും പദവി കണ്ടെത്തുന്നതാണ്. ആയുസ് വർദ്ധിക്കും. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആയുസ് വർദ്ധിക്കുക എന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, സൽസ്വഭാവവും നല്ല അയൽപ്പക്ക ബന്ധവും ഭവനങ്ങളെ നന്നാക്കുകയും ആയുസ്സിൽ വർധനവുണ്ടാക്കുകയും ചെയ്യും. എന്തെന്ത് ഉപകാരങ്ങളാണ് സൽസ്വഭാവം കൊണ്ടുണ്ടാകുന്നത്. മാതൃകാ വ്യക്തിയായി തീരുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഷിപ്പ് പറയുന്നവനോ ദുഷിച്ചത് ചെയ്യുന്നവനോ ആയിരുന്നില്ല. അവിടുന്ന് പറയുമായിരുന്നു, നിശ്ചയം നിങ്ങളിൽ ഉത്തമൻ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാകുന്നു.
ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടുകാരോട്, ഭാര്യയോട്, മക്കളോട്, അയൽപ്പക്കക്കാരോട്, പള്ളിയിൽ കാണുന്നവരോട്, കച്ചവട സ്ഥലത്ത് അങ്ങാടിയിൽ കാണുന്നവരോട് ഒക്കെ ഏത് രൂപത്തിലാണ് നമ്മൾ പെരുമാറുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. സൽസ്വഭാവിയാണോ ഞാൻ എന്ന് സ്വയം ചോദിക്കുകയും ദുസ്വഭാവിയാണെങ്കിൽ എന്തൊക്കെ ദുസ്വഭാവമാണ് നമ്മളിലുള്ളത് എന്ന് തിരിച്ചറിയുകയും സൽസ്വഭാവത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യണം എന്നാണ് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും നല്ല സ്വഭാവം ഭാര്യയോടായിരിക്കണം, മക്കളോടായിരിക്കണം, കുടുംബത്തോടായിരിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുടുംബത്തോട് നല്ല സ്വഭാവം ഉണ്ടായിരിക്കെ തന്നെ മറ്റുള്ളവരോട് നല്ല സ്വഭാവത്തിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കും. അധികാരമുള്ളിടത്ത് നല്ല സ്വഭാവം പാലിക്കുക, അവകാശമുള്ളിടത്ത് നല്ല സ്വഭാവം പാലിക്കുക എന്നത് മാന്യതയുടെ ഒരു സമ്പൂർണതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നന്മ കൊണ്ട് നിറക്കാനും സൽസ്വഭാവം കൊണ്ട് പ്രകാശിതമാക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ഈ മുന്നോട്ട് പോക്കിൽ സൽസ്വഭാവിയായി ജീവിക്കുവാനും സൽസ്വഭാവത്തോടുകൂടി ഈ ലോകം വിട്ടുപിരിയാനും നമുക്കോരോരുത്തർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.